തിരുവനന്തപുരത്തെ IB ജീവനക്കാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലുമായി പോലീസ് രംഗത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം വളരെ മനോഹരിയും സുന്ദരിയും ഒക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ അതിൽ വന്ന വാർത്തയും അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന വിശദീകരണമൊന്നും തന്നെ അത്ര സുഖകരമായിരുന്നില്ല. IB ഉദ്യോഗസ്ഥയായ 25 വയസ്സിലെ ഇത്രയും ഉയർന്ന ജോലി കിട്ടുകയും ഒക്കെ ചെയ്തിരുന്ന അച്ഛനും അമ്മയ്ക്കും ഏക മകളായിട്ടുള്ള മേഘ മധുവാണ് കഴിഞ്ഞ ദിവസം ചാക്കയിലെ ട്രെയിൻ തട്ടി മരണമടഞ്ഞത്. അത് ആത്മഹത്യയാണെന്ന വിലയിരുത്തൽ പോലീസിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നു ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്ന് പോലീസിന് വ്യക്തമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രണയ നൈരാശ്യമാണെന്ന് വ്യക്തമാക്കുകയാണ് പോലീസ് സംഘം. മേഘ IBയിലെ ജോലിക്കാരനായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം. അതിന്റെ മനോവിഷമത്തിൽ മേഘ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നേരത്തെ തന്നെ കുടുംബം രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഈ യുവാവ് മലപ്പുറം സ്വദേശി കൂടിയാണ്. ഈ ബന്ധത്തെക്കുറിച്ച് വീട്ടുകാർക്ക് അറിയാമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഈ ഏറ്റവും അടുത്ത ഈ ബന്ധുവിന്റെ തന്നെ ഓഡിയോ സന്ദേശം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ തന്നെ വ്യക്തമാകും. ദുരൂഹതയുണ്ട്, അത് പോലീസ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് എല്ലാ കാര്യവും വ്യക്തമാകും. എന്തായാലും ഈ കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് മരണത്തിൽ പോലീസിന്റെ നിഗമനം പുറത്തുവന്നത്. മേഘയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇത് ബന്ധപ്പെട്ട് IBക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ല എന്നാണ് അമ്മാവൻ സന്തോഷ് ശിവദാസ് പറഞ്ഞത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു മേഘ. ഇതേ ഉദ്യോഗസ്ഥനുമായി തന്നെയാണ് മേഘ അടുപ്പത്തിലായിരുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് മേഘ. എന്തായാലും അടുത്ത അമ്മാവന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും കാരണം ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ്. അപ്പോൾ കുട്ടി നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടലായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നൊരു ദിവസമേ ആവുന്നുള്ളൂ. IBയും പേട്ട സ്റ്റേഷനിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ തുടർ നടപടി എങ്ങനെയാണെന്ന് അനുസരിച്ചാണ് മുന്നോട്ടുള്ള പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ്? ശാസ്ത്രീയമായിട്ടെല്ലാം പരിശോധിക്കണമെന്നാണ്? തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം. പിന്നെ അതുപോലെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിന് നല്ല സഹകരണം IBയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. പിന്നെ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട് ഇതുവരെ. അപ്പം അതും പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് നടക്കട്ടെ. ഇപ്പോൾ ഒരു ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കുടുംബവും ഞങ്ങൾ ആലോചിക്കും. ഒരു വർഷമായിട്ടുള്ള ജോലി കയറിയിട്ടല്ലേ? ഏകദേശം ഒരു 13 മാസമായി, 14 മാസമായി. വീട്ടിലാരൊക്കെയാ മേഘയ്ക്കുള്ളൂ? മറ്റ് സഹോദരങ്ങളില്ല കുട്ടിക്ക്. അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അച്ഛനെ പിന്നെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. അമ്മ മലമ്പുഴ കളക്ടറേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഏറെ ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയായിരിക്കും. തീർച്ചയായിട്ടും ഇത്ര ചെറുപ്രായത്തിൽ IBയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത്ര നോളജുള്ള കുട്ടിക്കെല്ലാം കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായുണ്ടായ ഈ വിയോഗത്തിൽ എല്ലാവരെ പോലെ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടരന്വേഷണമാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള വിവരമാണോ കുടുംബത്തിലേക്ക്? അങ്ങനെ തന്നെയാണ് അറിഞ്ഞത്. പോലീസിൽ നിന്നുള്ള അറിയിപ്പ് അങ്ങനെയാണ്. ഞങ്ങൾ സംഭവ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ സംഭവം നടന്നതിന് ശേഷമാണല്ലോ നമ്മളിതെല്ലാം അറിയുന്നത്. പിന്നെ ഇനി പോലീസിൻ്റെ അന്വേഷണം വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. വ്യക്തിപരമായി കുട്ടി അലട്ടുന്ന നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നിരന്തരം കുട്ടിയുടെ റിലേറ്റീവ് ഒരുപാട് തിരുവനന്തപുരത്തുണ്ട്, ഇതിനോട് സമീപമുണ്ട്. കുട്ടി താമസിക്കുന്ന തന്നെ എയർപോർട്ടിനോട് ഫ്രണ്ടിലാണ്. അപ്പോൾ വളരെ ദൂരമില്ല. പിന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഈ ഡ്യൂട്ടി സമയത്ത് മാത്രമേ ഉള്ളൂ ഫോൺ ഉപയോഗിക്കാനൊക്കെ. അല്ലാത്ത സമയത്തല്ല. ഈ രാവിലെ തന്നെ കുട്ടി 7:30 അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മയെ വിളിച്ച സംസാരത്തിൽ ഒരു വ്യത്യസ്തതയൊന്നും തോന്നിയില്ല. അമ്മയോട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമുക്കും അറിയാൻ വയ്യാത്തത്. അന്വേഷണം വേണോ അല്ലെ സമഗ്രമായി? തീർച്ചയായിട്ടും നമ്മൾ IBയിലും പിന്നെ പേട്ടയിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കട്ടെ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. ഇന്നലെ ജോലി കഴിഞ്ഞ വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയിരുന്നു. ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരവെയാണ് അവർ ട്രെയിനിൽ തലവെച്ചത്. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യ കാരണം എന്നാണ് പോലീസിന്റെ നിഗമനം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയിരുന്ന മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. JNT ജനതാ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം.
സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചത് എന്ന് പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരികയാണ്. മേഘയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിലെന്ന് സൂചനകളുണ്ട്. ആ ഫോൺ വിളികളുടെ വിശദാംശം പുറത്തു വന്നാൽ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങും എന്നാണ് ബന്ധുക്കളും പറയുന്നത്. ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ തന്നെ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം ഇന്ന് രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ 1 വർഷം മുൻപാണ് എമിഗ്രേഷൻ IBയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കാരക്കാക്കുടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കാൻ 1 മാസം മുമ്പാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത്. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ 9:15 മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. മാത്രമല്ല അതേ യൂണിഫോമിൽ തന്നെയാണ് ഈ ആത്മഹത്യ നടത്തിയിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കാൻ പോലും സമയമെടുക്കാതെ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കുട്ടി ആദ്യം ചെയ്യുന്നത് വീട്ടിൽ പോയി വിശ്രമിക്കുകയാണ് പതിവ്. പക്ഷെ അതിന് പോലും നിൽക്കാതെ അതേ വേഷത്തിൽ, അതേ യൂണിഫോം വേഷത്തിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ട്രെയിനിന് മുന്നിലേക്ക് എടുത്ത് ചാടി മരിക്കണമെങ്കിൽ എന്താണ് മേഘ അലട്ടിയ ബുദ്ധിമുട്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടെയുള്ള സഹപ്രവർത്തകരുമായി പോലീസ് സംസാരിച്ചപ്പോൾ അവർക്കും പറയാനുള്ളത്, സാധാരണയിൽ വളരെ ശാന്തയായി കാണപ്പെടുന്ന മേഘ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് നാട്ടിൽ നിന്നും തിരികെ വരുന്ന ദിവസം മുതൽ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ജോലിയെ സമ്മർദ്ദമുള്ളതായി ആരോടും മേഘ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നും കൂട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഘ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നും വളരെ മൂഡ് ഓഫായി കണ്ടുവെന്നും തനിക്ക് എന്തോ മനോവിഷമം ഉള്ളതുപോലെ പെരുമാറുന്ന രീതിയിൽ കണ്ടുവെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോലിയും അത്ര കൃത്യമായി ജോലി ചെയ്യാത്ത രീതിയിൽ നടക്കുന്നത് കണ്ടുവെന്നും സുഹൃത്തുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും പറയുകയാണ്. എന്താണ് മേഘയ്ക്ക് കഴിഞ്ഞ 1 മാസത്തിനിടയിൽ സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും 24-ാം വയസ്സിൽ ഇത്രയും മികച്ച ഉന്നത ഉദ്യോഗസ്ഥയായി മാറിയ മേഘ നാടിന്റെയും വീടിന്റെയും അത് മാത്രമല്ല ഒരു പെൺ കൂട്ടായ്മയുടെ കൂടി അല്ലെങ്കിൽ പെൺ സമൂഹത്തിന്റെ കൂടി ഒരു ആത്മവിശ്വാസം വളർത്തുന്നതും ഇത്തരം ജോലിയിൽ പ്രവേശിക്കാൻ, ഇത്തരം ജോലി സാധ്യതകൾ കുറിച്ച് പറയുവാനും ഒക്കെ തന്നെ ഒരു മാതൃകയായി മാറേണ്ട മേഘയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള, പെട്ടെന്ന് എന്താണ് മേഘയുടെ ഉള്ളുലച്ച കാര്യം എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉയരുകയാണ്. എന്തായാലും ഒരൊറ്റ മകൾ മാത്രം, ഒറ്റ മകൾ, അതായത് മൂത്തതായോ ഇളയതായോ മറ്റാരുമില്ലാതെ ആ അച്ഛനും അമ്മയ്ക്കും മേഘ എന്ന ഈ ഒറ്റ മകൾ മാത്രമാണുള്ളത്. പഠിക്കാൻ മിടുമിടുക്കിയായതിനാൽ തന്നെ മേഘയുടെ ഇഷ്ട വഴി തിരഞ്ഞെടുക്കാനാണ് മാതാപിതാക്കൾ കൂട്ടുനിന്നത്. മാത്രമല്ല മേഘയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ പിന്തുണ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പ്രണയമുണ്ടെങ്കിൽ മേഘയ്ക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വീട്ടിൽ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ പ്രണയമുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ പോലീസിന്റെ നിഗമനം ഇത് പ്രണയ നൈരാശ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അമ്മാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തോ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാവുകയാണ്. എങ്കിൽ വീട്ടുകാർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന ചോദ്യവും ഉയരുകയാണ്. എന്തായാലും ദുരൂഹതകൾ പുറത്തു വരേണ്ടതുണ്ട്. ചതിക്കുഴിയിലോ ചതിക്കെണിയിലോ ആണ് വീണിട്ടുണ്ടെങ്കിൽ അതിന് അത്തരത്തിൽ ഇതുപോലെ വീണിട്ടുള്ള നിരവധി പെൺകുട്ടികൾ വേറെയും ഉണ്ടാകാം. അവർ രക്ഷപ്പെടണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദമാണോ, എന്ത് ദുരൂഹത ഉണ്ടെങ്കിലും അറിയേണ്ട ഉത്തരവാദിത്തം ആ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്.